കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നു അല്ലേ? അതിൻ്റെ ബാക്കിയാണ്. അതായത് ഡേ ഇൻ മൈ ലൈഫിലെ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനത് മൂടി വെക്കുകയാണ്. അത് തണുത്തതിന് ശേഷം, ചൂടെല്ലാം പോയതിന് ശേഷം മാത്രമേ നമുക്ക് വേറൊരു ബോട്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കത് മൂടി എടുത്തു വയ്ക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ഈവനിങ്ങിലാണ് ഡ്രസ്സൊക്കെ ആറിടാൻ വേണ്ടി പോയത്. രാത്രി എടുക്കാൻ പോയപ്പോഴേക്കും മറന്നുപോയി. പിന്നെ മഴ പെയ്ത് നനഞ്ഞുപോയി. മഴ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവിടെ അത്രയും വലിയ മഴയൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത് ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് എടുക്കാൻ വേണ്ടി വന്നതാണ് ടെറസിൻ്റെ മേലേക്ക്. ഈ വെയിൽ കാരണം നല്ല വെയിലായിരിക്കും പകലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആ സമയത്തൊന്നും പോകാൻ കഴിയില്ല. അപ്പം ഇന്നിപ്പം കാർമേഘമുണ്ട്, മഴക്കാറുണ്ട്. പക്ഷെ മഴേൻ്റെ ചാൻസ് ഉണ്ടോയെന്ന് അറിയുന്നില്ല. മഴക്കാർ എത്ര ഉണ്ടെങ്കിലും ചിലപ്പോൾ മഴ പെയ്യൂല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറിപ്പോവും. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ടെറസിലേക്ക് വന്നതാണ്. ഈ കാണുന്ന അവിടെ കുറേ അയൽ കണ്ടോ? ഇവിടെ എല്ലാവരും, ഇവിടെ ഓണറുണ്ട്, ഓണറിൻ്റെ പാരൻസ് വേറൊരു ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലുണ്ട്, ഞങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ 3 വീട്ടുകാരാണ് കേട്ടോ ഈ ടെറസിൻ്റെ മേലെ ഇടുക. ഈ ഫസ്റ്റ് ലെയറിൽ കാണുന്നതൊക്കെ അവരെ ഓണറിൻ്റെയാണ്. അപ്പം ഞാൻ അപ്പുറത്തെ ഭാഗത്താണ് ഇട്ടത്. ആ ലെയർ മാത്രമേ ഞങ്ങൾ ജസ്റ്റ് ആറിയിട്ടിട്ടുള്ളൂ. അപ്പോൾ അതെടുക്കാനേ ഉള്ളൂ. മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ആറിടാൻ. അപ്പം ഞങ്ങൾ ഹാളിലൊരു അയൽ കെട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല പുറത്തൊന്നും ഇടാനുള്ള. അപ്പം ഹാളിൽ കുറച്ചൊന്ന് ആറിടാമെന്ന് വിചാരിച്ചിട്ട് ഒരു അയൽ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ അങ്ങനെ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വാവനോട് ഇങ്ങോട്ട് വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല അമ്മ പൊയ്ക്കോന്നിരുന്നു പറഞ്ഞു. ഞാനത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് വാവ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല വന്ന് അതുവരെ ഫോണ് കളിച്ചിരിക്കുകയായിരുന്നു. ആ തൊടിയിൽ, ഞങ്ങളെ മുന്നിലുള്ളൊരു തൊടിയിൽ പ്രാവാണ് കേട്ടോ. നമ്മളെ നാട്ടിലെ കോഴി ഇങ്ങനെ പറമ്പിലൊക്കെ ഇങ്ങനെ കൊത്തിപ്പെറുക്കി നടക്കുന്ന മാതിരി കുറച്ച് പ്രാവുകൾ ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ താഴേക്ക് ഇറങ്ങിക്കോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ താഴേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഏട്ടനെ കാണാഞ്ഞപ്പോൾ എന്നാൽ കുറച്ച് ഫ്രണ്ടിലേക്ക് കുറച്ച് അങ്ങോട്ട് നടന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞാനും വാവയും കൂടി നടന്ന് പോവാണ്. അങ്ങനെ ഞങ്ങൾ എത്തേണ്ട സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു ടെമ്പിൾ കണ്ടു കേട്ടോ. അപ്പോൾ ആ ടെമ്പിൾ ഞാൻ ആദ്യം ഇങ്ങനെ നോട്ടീസ് ചെയ്തത് എന്താണ്, എന്ത് പ്രതിഷ്ഠയാണെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ തിരുപ്പതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ നെറ്റിയിലൊക്കെ വരയ്ക്കുന്ന മാതിരി അങ്ങനെ ഒരു ചിഹ്നം അവിടെ, ഒരു സിമ്പൽ അവിടെ കണ്ടിരുന്നു. അപ്പോൾ ഇനി അഥവാ അങ്ങനെ വിഷ്ണു ക്ഷേത്രമോ തിരുപ്പതി അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ചെണ്ടയല്ല വാദ്യമേളമൊക്കെ കേൾക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആനയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ആന ഒരാൾക്ക് അനുഗ്രഹം കൊടുക്കുന്ന മാതിരി അവർ കുമ്പിട്ട്, ആ റോഡിൽ തന്നെ കുമ്പിട്ട് നിന്ന് നമസ്കരിച്ചതാണ് ആന അവർക്ക് അനുഗ്രഹം കൊടുക്കുന്ന മാതിരി. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, പോറ്റിയോ എന്താ അവരെ പറയാമെന്നറിയില്ല, അവരെന്തോ ജപിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ വേദമൊക്കെ പാടുന്ന പോലെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നാലെ വീണ്ടും ഈ വാദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ഇതുപോലെ നടന്ന് വരുന്നുണ്ട്. അവരുടെ കയ്യിലും ഇതേപോലെ എന്താണ് ഭസ്മം, പിന്നെ ഇങ്ങനെ എന്തോ ഒരു പന്തം കത്തിച്ച പോലെ, പിന്നെ ഒരു കിരീടം പോലുള്ളൊരു കാര്യം. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് വരുന്നവരുടെ അടുത്തേക്ക് തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്ന മാതിരി, ആ കിരീടം പോലുള്ള സാധനം തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്ന പോലെയൊക്കെ കണ്ടിട്ടോ. അതുപോലെ തന്നെ ആ പന്തത്തുനിന്ന് മറ്റൊരു താലത്തിലേക്ക് തീ കൊളുത്തിയിട്ട് കർപ്പൂരം മറ്റോ ആയിരിക്കും, കർപ്പൂരം ഭസ്മൊക്കെ ആയിരിക്കും. എന്നിട്ട് അവരത് ആരതി ഒഴിഞ്ഞ് മറ്റുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ അവരും അതുപോലെ തന്നെ ആരതി ഒഴിയുന്നതാണ്. ഈ ആരതി ഒഴിയുന്ന ആരെയാണെന്നറിയോ? ബാക്കിൽ ഒരു ഇതുപോലൊരു പ്രതിഷ്ഠ വരുന്നുണ്ട് ഒരു രഥത്തിൽ. അതും എന്ത് പ്രതിഷ്ഠയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു എന്തായാലും മെയിൽ രൂപമാണ്. അതായത് ഒന്നുകിൽ വിഷ്ണു അല്ലെങ്കിൽ ശിവൻ അങ്ങനെ എന്തോ ആണ്. എന്താണ് ആ ഒരു വിഗ്രഹം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇതുപോലൊരു രഥമല്ല, ആൾക്കാരിങ്ങനെ തോളത്ത് എറ്റിയിട്ട് അങ്ങനെ കൊണ്ടുവരുന്നതാണ് കാണുന്നത്. വലിയ 2 കുട പിടിച്ചിട്ട് 2 ആൾക്കാർ അതിൻ്റെ മേലെയും നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചതാണ്. അവിടെ വെക്കാൻ വേണ്ടിയിട്ട് 4 വുഡിൻ്റെ കാല് പോലുള്ള കാര്യങ്ങളുണ്ട്, അതിലാണ് അവർ വെച്ചിട്ടുള്ളത്. അവരത് എടുത്തു പോകുമ്പോൾ അത്
4 പേര് അവരെ തോളിലേറ്റിട്ട് അതും കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ വേറൊരു ചെറിയൊരു വിഗ്രഹം കൂടി കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ നാടല്ലാത്തത് കൊണ്ടും എന്താണ് പ്രതിഷ്ഠ, അങ്ങനെ എന്ത് വിഗ്രഹമാണെന്നൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാനത് കണ്ടപ്പോൾ ഒരു കൗതുകം, എനിക്ക് എന്തോ ഒരു വീഡിയോ എടുത്ത് വെക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ മുന്നേ ഒരു അമ്പലം അവിടെ കാണിച്ചു തന്നിരുന്നല്ലോ. അപ്പം ആ അമ്പലത്തിലേക്കല്ല, ആ വഴിയിലേക്കല്ല ഇവർ ഈ സ്ട്രെയിറ്റ് റോഡിന് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഈ അമ്പലത്തിലേക്കുള്ള ഒരു വരവാണോ എന്താണെന്നുള്ളത് അറിയില്ല. കാരണം ഇതിലൊരു വഴിയുണ്ട് ആ ടെമ്പിളിലേക്ക് കാണുന്നത്. പക്ഷെ ആ വഴി കടന്ന് അവർ സ്ട്രെയിറ്റ് റോഡിന് തന്നെ പോകുന്നുണ്ട്. അപ്പം നമുക്കതൊരിക്കലും ആ അമ്പലത്തിലേക്കുള്ളതാണോ എന്നുള്ളതും അതും പറയാൻ പറ്റില്ല. അമ്പലത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തു കൂടി ഒരു വഴിയുണ്ട്. അതൊന്ന് ശരിക്കുള്ള വഴി. അപ്പം അതിലേ അവർ പോവോ അതും നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. രാത്രിത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷനാണ് കേട്ടോ. വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടേ ഉപയോഗിക്കാറ്. ഞാൻ കുക്കിംഗ് അപ്പോഴേ രാത്രി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വേസ്റ്റൊക്കെ കളയാണ്. ഇന്നൊരു സ്പെഷ്യൽ റൈസാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതായിരുന്നു കുക്കറിൽ പ്രിപ്പയർ ചെയ്തത്. അതിന് ശേഷം അതിനൊരു ചെറിയൊരു സാലഡ് മാതിരിയാണ് ഉണ്ടാക്കിയത്. സാലഡ് മീൻസ് വേറെ ഒന്നുമില്ല. സവാളയും ഗ്രീൻ ചില്ലി, ടൊമാറ്റോ ഇത് മാത്രം ഇട്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടുള്ള, വിനീഗറും ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു സാലഡ്, പിന്നെ തൈരും അച്ചാർ, ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ റൈസ്. ഇത് എന്ത് റൈസാണെന്ന് അറിയുന്നവർ കമൻറ്റിൽ പറയണം കേട്ടോ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പേട്ടൻ വന്നിട്ടില്ല. അപ്പം ഞാനും വാവയും കൂടി ഇനി അപ്പേട്ടന് വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. ഞാൻ പുറത്ത് പോയിട്ട്, വാവയ്ക്ക് എപ്പോഴും പുറത്ത് പോയിട്ട് അച്ഛൻ വരുന്നുണ്ടോ നോക്കണം. അങ്ങനെ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. ആകാശത്ത് നല്ല പൂർണ്ണ ചന്ദ്രനെയും കാണുന്നുണ്ട്. വാവ സ്റ്റെപ്പിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട്. സ്നാക്സും കഴിച്ച് ഫോൺ നോക്കിയിരിക്കുകയാണ് അച്ഛനെയും പ്രതീക്ഷിച്ചിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റബിൽ.